Hello guys, welcome back to once. നമ്മുടെ KTU question paper solution പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമ്മൾ MOS എന്ന സബ്ജക്റ്റിൻ്റെ 5th മൊഡ്യൂളാണ് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നമ്മൾ 5th മൊഡ്യൂളിലേക്ക് പോവാണ്. നമ്മുടെ 5th മൊഡ്യൂളിൻ്റെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതിലുള്ളതെന്ന് നോക്കാം. ഓക്കെ, സോ ജസ്റ്റ് ഞാൻ വായിക്കാം. ഫണ്ടമെൻറ്റൽസ് ഓഫ് ബക്ലിംഗ് ആൻഡ് സ്റ്റെബിലിറ്റി. ബക്ലിംഗ് എന്താണ്, ദെൻ സ്റ്റെബിലിറ്റി എന്താണ്, then critical load, very important ആണ്. എന്താണ് critical load? അതിൻ്റെ ഒരു ഇക്വേഷൻ കൂടിയാനുണ്ട്. then equilibrium diagram for buckling of idealized structure. buckling of columns with pinned ends important ആണ്. Euler's buckling theory very important ആണ് for long columns. then critical stress എന്താണ്, slenderness ratio important ആണ്, മിക്ക വർഷങ്ങളും ചോദിക്കാറുള്ളതാണ്. Rankins formula important ആണ് for short columns. then ഇതാണ് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു തിയറീസ് ഓഫ് ഫെയിലിയർ. then അതിൽ വരുന്ന റാങ്കിൻ തിയറി ഫോർ മാക്സിമം നോർമൽ സ്ട്രെസ്, ഗസ്റ്റ് തിയറി ഫോർ മാക്സിമം ഷിയർ സ്ട്രെസ്, സെൻ വെനാൻ തിയറി ഫോർ മാക്സിമം നോർമൽ സ്ട്രെയിൻ, then Hengi and von Mises theory for maximum distortion energy, Haig theory for maximum strain energy. ഇതെല്ലാം എന്താണ്, നമ്മുടെ 5 തിയറീസ് ഓഫ് ഫെയിലിയേഴ്സ് ആണ്. ദെൻ മൂന്നാമത്തെ ഒരു പാർട്ടായിട്ട് വരുന്നത് എന്താണ്, സർക്കംഫറൻഷ്യൽ ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ഇൻ തിൻ സിലിണ്ടറിക്കൽ വെസൽസ് ആൻഡ് സ്ട്രെസ്സസ് ഇൻ തിൻ സിലിണ്ടറിക്കൽ വെസൽസ്. തിൻ സിലിണ്ടറിക്കൽ വെസൽസ് അതിൻ്റെ കുറച്ച് പോർഷൻസ് കൂടി. അപ്പം ഇങ്ങനെ 3 പോർഷൻസാണ് മൊഡ്യൂൾ 5 എന്നായിട്ടുള്ളത്. സാധാരണ രീതിയിൽ നമുക്ക് ഫസ്റ്റ് പോർഷനിൽ നിന്നാണ് ക്വസ്റ്റ്യൻ മോസ്റ്റ് പ്രോബബിളി ചോദിക്കാറ്. അതുപോലെ തന്നെ തിയറീസ് ഓഫ് ഫെയിലിയർ അവിടെ നിന്നും ചോദിക്കാറുണ്ട്. സർക്കംഫറൻഷ്യൽ ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്തായാലും ഓർ ക്വസ്റ്റ്യൻ ആയിരിക്കും, അല്ലെങ്കിൽ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അവിടെ നിന്ന് ചോദിക്കാം. ഓക്കെ, സോ നമ്മൾ 2022 ഡിസംബർ മാസം നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സൊല്യൂഷൻ, മൊഡ്യൂൾ 5 നിന്നുള്ള ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷനാണ് നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് നോക്കാം. എക്സ്പ്ലെയിൻ ദി ഇമ്പോർട്ടൻസ് ഓഫ് സ്ലെൻഡർനെസ് റേഷ്യോ ഇൻ സ്റ്റഡി ഓഫ് കോളംസ്. വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് സ്ലെൻഡർനെസ് റേഷ്യോ? സ്ലെൻഡർനെസ് റേഷ്യോയുടെ ഇമ്പോർട്ടൻസ് എന്താണ്? ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് റാങ്കൈൻ തിയറി. വാട്ട് ഈസ് റാങ്കൈൻ തിയറി ഇൻ റാങ്കൈൻ തിയറി ഫോർ നോർമൽ സ്ട്രെസ്? എന്താണ് റാങ്കൈൻ തിയറി? ഓക്കെ, സോ ആൻസറിലേക്ക് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് എന്താണ് സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് നോക്കാം. അതിൻ്റെ ഡെഫിനിഷൻ ഇതാണ്. ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് ലെങ്ത് ടു ദി റേഡിയസ് ഓഫ് ഗൈറേഷൻ കെ റെപ്രസെൻറ്റഡ് ബൈ എൽ ബൈ കെ. എന്താണ് ലെങ്ത് ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് എ കോളം. അല്ലെങ്കിൽ മോർ ആക്യുറേറ്റ് നമ്മൾ പറയുകയാണെങ്കിൽ എഫക്റ്റീവ് ലെങ്ത് ഓഫ് എ കോളം, എഫക്റ്റീവ് ലെങ്ത് ഓഫ് എ കോളം ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് ഗൈറേഷൻ. റേഡിയസ് ഓഫ് ഗൈറേഷൻ ഏത് റേഡിയസ് ഓഫ് ഗൈറേഷൻ? മിനിമം റേഡിയസ് ഓഫ് ഗൈറേഷൻ. സോ ഇതാണ് മോർ ആക്യുറേറ്റ്. എഫക്റ്റീവ് ലെങ്ത് ഓഫ് എ കോളം ഡിവൈഡഡ് ബൈ മിനിമം റേഡിയസ് ഓഫ് ഗൈറേഷൻ. റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്നത് മിനിമം വാല്യൂ ഉണ്ട്, മാക്സിമം വാല്യൂ ഉണ്ട്. സോ അതിൻ്റെ മിനിമം വാല്യൂ ആണ് ഉപയോഗിക്കേണ്ടത്. അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്താണ് ലെങ്ത് ഓഫ് കോളം ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് ഗൈറേഷൻ. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഇത്രയും പറഞ്ഞാൽ മതി. ഓക്കെ, നൗ അടുത്ത ക്വസ്റ്റ്യൻ ആണെന്ത്, വാട്ട് ഈസ് റാങ്കൈൻ തിയറി? റാങ്കൈൻ തിയറി എന്താണ്? റാങ്കൈൻ തിയറി നമ്മളവിടെ ഉപയോഗിക്കുന്നത് നമ്മൾ ലോങ് കോളത്തിനും ഷോർട്ട് കോളത്തിനും ഉപയോഗിക്കുന്ന തിയറിയാണ് എന്ത്, റാങ്കൈൻ തിയറി. ഓയിലേഴ്സ് തിയറി ഉണ്ട്, ഓയിലേഴ്സ് തിയറി അതെന്തിനാണ് ഉപയോഗിക്കുന്നത്? ഓൺലി ഫോർ ലോങ് കോളംസ്. റാങ്കൈൻ തിയറി നമ്മൾ ലോങ് കോളത്തിനും അതുപോലെ തന്നെ ഷോർട്ട് കോളത്തിനും കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തിയറിയാണ്. എഫക്റ്റ് ഓഫ് ബക്ലിംഗ് ആൻഡ് ക്രഷിംഗ് ഈസ് കൺസിഡേർഡ് ഇൻ റാങ്കൈൻ തിയറി. ഇൻ ഓയിലേഴ്സ് തിയറി നമ്മൾ എന്താണ് ബക്ലിംഗ് എഫക്റ്റ് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. എന്നാൽ ഇൻ റാങ്കൈൻ തിയറി എന്താണ്, നമ്മൾ ഈ പറയുന്ന ക്രഷിംഗ് എഫക്റ്റ് കൂടി കൺസിഡർ ചെയ്യും. അതായത് ഷോർട്ട് കോളം ആണെങ്കിൽ, നമ്മുടെ കോളം എന്ന് പറയുന്നത് ഷോർട്ടാണ്, ഒരു പർട്ടിക്കുലർ ലെങ്ത്തിന് താഴെയാണെങ്കിൽ ഫെയിലിയർ മേ ബി ഡ്യൂ ടു വാട്ട് ക്രഷിംഗ്. ഓക്കെ, ഫെയിലിയർ എന്ന് പറയുന്നത് ക്രഷിംഗ് മൂലമാകാം അല്ലെങ്കിൽ ബക്ലിംഗ് മൂലവും ആവാം. എന്നാൽ ലോങ് കോളം എടുത്തു കഴിഞ്ഞാൽ മോസ്റ്റ്ലി ഫെയിലിയർ സംഭവിക്കുന്നത് എന്തിനാണ്, എന്ത് രൂപത്തിലാണ്? ബക്ലിങ്ങിൻ്റെ രൂപത്തിലാണ്. സോ ബക്ലിംഗ് ഫെയിലിയർ ലോങ് കോളത്തിലാണ് നടക്കാറ് സാധാരണ. സോ ലോങ് കോളത്തിന് മാത്രമാണ് നമ്മൾ എന്ത് ഉപയോഗിക്കാറുള്ളൂ? ഓയിലേഴ്സ് തിയറി ഉപയോഗിക്കാറുള്ളൂ. എന്നാൽ റാങ്കൈൻസ് തിയറി എന്ന് പറഞ്ഞാൽ അത് ലോങ് കോളത്തിനും ഷോർട്ട് കോളത്തിനും ഉപയോഗിക്കാൻ പറ്റും. ഷോർട്ട് കോളത്തിൽ
ബക്ലിംഗ് ഫെയിലിയറിന് പുറമെ ക്രഷിംഗ് ഫെയിലിയറും കൂടി ഉണ്ടാവാറുണ്ട്. ഈ ക്രഷിംഗ് ഫെയിലിയർ എന്താണ് ഈ റാങ്കൈൻ തിയറി കൺസിഡർ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇനി അതിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? റാങ്കൈൻ ലോഡ് 1/p റാങ്കൈൻ, അതായത് ഫെയിലിയർ ലോഡ് എന്ന് പറയുന്നത് എന്താണ്? 1/p ബക്ലിംഗ് പ്ലസ് 1/p ക്രഷിംഗ്. ഇത് ചിലപ്പോൾ ചെറിയ പ്രോബ്ലം ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ ജസ്റ്റ് ഈ ഇക്വേഷനും കൂടി എഴുതി വെച്ചോളുക. 1/p റാങ്കൈൻ ഈസ് ഈക്വൽ ടു 1/p ബക്ലിംഗ് പ്ലസ് 1/p ക്രഷിംഗ്. അതായത് ബക്ലിംഗ് ലോഡ് പ്ലസ് ക്രഷിംഗ് ലോഡ്. ഓക്കെ, അതിൻ്റെ റെസിപ്രോക്കൽ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1/p റാങ്കൈൻ ലോഡ് കിട്ടും. ഓക്കെ, നമ്മൾ ഇത്രയും പറഞ്ഞാൽ റാങ്കൈൻ തിയറി കൺസിഡർ ദി എഫക്ട് ഓഫ് ക്രഷിംഗ് ഓൾസോ. ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ടു ബോത്ത് ദ ലോങ് ആൻഡ് ഷോർട്ട് കോളം. Whereas Euler's theory is applicable to only for long columns and it consider the effect of what? Buckling only. Okay. So ഇതാണ് റാങ്കൈൻ തിയറിനെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത്. നൗ നമ്മൾ എസ് എ പാർട്ടിലേക്ക് പോവാണ്. എസ് എ പാർട്ടിൽ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഡിറൈവ് ഓയിലേഴ്സ് ബക്ലിംഗ് ലോഡ് ഫോർ ലോങ് കോളം subjected to end conditions as both ends are hinged. രണ്ട് എൻഡ്സും ഹിഞ്ച്ഡ് ആയിട്ടുള്ള ഒരു കോൾ എടുക്കുകയാണ്. ആ കോൾ എടുത്തു കഴിഞ്ഞാൽ ആ കോളത്തിൻ്റെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഓയിലേഴ്സ് ബക്ലിംഗ് ലോഡ് കണ്ടുപിടിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഡെറിവേഷനാണ്, 10 മാർക്കിൻ്റെ ഡെറിവേഷനാണ്. ഇതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. സോ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്താ, രണ്ട് എൻഡും ഹിഞ്ച്ഡ് ആയിട്ടൊരു കോളം വരയ്ക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ വരയ്ക്കുകയാണ്. നമ്മൾ രണ്ട് എൻഡ് ഹിഞ്ച്ഡ് ആയിട്ടുള്ളൊരു കോളം. ഓക്കെ, ഈ കോളത്തിനൊരു ബക്ലിംഗ് സംഭവിക്കുകയാണ്. ഒരു ലോഡ് ഇവിടെ അപ്ലൈ ചെയ്യണം. നമ്മൾ പി എന്നാണ് ലോഡ് അപ്ലൈ ചെയ്യണം. ഓക്കെ, സോ ആ ലോഡ് അപ്ലൈ ചെയ്യുന്ന മൂലം ഇതിന് ബക്ലിംഗ് സംഭവിക്കുന്നു. ബക്ലിംഗ് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൻ്റെ ഇത് ഇങ്ങനെ ഈ രീതിയിൽ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ വളയുന്നതായിട്ട് കാണാൻ പറ്റും. ഇതിന് നമ്മൾ എന്താ പറയുന്നത്? ബക്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു രണ്ട് എൻഡും ഹിഞ്ച്ഡ് ആയിട്ടുള്ളൊരു കോളം, അതിന് ഒരു ബക്ലിംഗ് സംഭവിക്കുകയാണ്. നമ്മൾ ഈ എൻഡിൽ നിന്ന് ഒരു എക്സ് ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റ് കൺസിഡർ ചെയ്യണം. ഈ എൻഡിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് അകലെയുള്ളൊരു പോയിന്റ്. അപ്പോൾ അതിന് ഞാൻ സി എന്ന് പേര് കൊടുക്കുകയാണ്. സി. ഓക്കെ, ഈ സി എന്ന പോയിന്റിലെ ഡിഫ്ലക്ഷനാണ് വൈ. ഓക്കെ, സി എന്ന പോയിന്റിലെ ഡിഫ്ലക്ഷനാണ് വൈ. ഈ പോയിന്റ്, ഈ എക്സ്ട്രീം എൻഡ് പോയിന്റ്, ഈ പോയിന്റിലെ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. എക്സിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ വൈയുടെ വാല്യൂ എന്താണ്? ഡിഫ്ലക്ഷൻ്റെ വാല്യൂ 0 ആണ്. ഓക്കെ, 0. ഇനി ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് നമ്മൾ L എന്ന് എടുക്കാമെന്ന് വിചാരിക്കാം. നമ്മുടെ കോളത്തിൻ്റെ ടോട്ടൽ ലെങ്ത് L എന്ന് എടുക്കുവാണ്. L. സോ ഇവിടെ എന്തായിരിക്കും? എക്സ് ഈസിക്കൽ ടു L ആയിരിക്കും. എക്സ് ഈസിക്കൽ L ആകുമ്പോൾ ഡിഫ്ലക്ഷൻ വൈ ഈസിക്കൽ എന്താണ്? 0 ആണ്. രണ്ട് എൻഡും ഹിഞ്ച്ഡ് ആണ്. അതുകൊണ്ട് എന്താണ്? അവിടുത്തെ ഡിഫ്ലക്ഷൻ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് എന്താണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എഴുതുവാണ്. ഓക്കെ, ബെൻഡിങ് മൊമെൻറ്റിന് ഒരു ബേസിക് ഫണ്ടമെൻ്റൽ ഇക്വേഷൻ ഉണ്ട്. ബെൻഡിങ് മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഐ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. ഓക്കെ, ഡിഫ്ലക്ഷൻ ഇക്വേഷനാണ് ഇത്. ബേസിക് ഇക്വേഷനാണ്. നിങ്ങൾ കാണാൻ പഠിക്കുക. ബെൻഡിങ് മൊമെൻറ്റ് എം ഈസ് ഈക്വൽ ടു ഇ ഐ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. ഓക്കെ, നൗ നമ്മൾ ഈ പോയിന്റ് സിയിലെ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എഴുതുവാണ്. ഓക്കെ, പോയിന്റ് സിയിലെ ബെൻഡിങ് മൊമെൻറ്റ്. പോയിന്റ് സി എടുത്തു കഴിഞ്ഞാൽ നോക്കിയേ, പോയിന്റ് സി എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ ലോഡ് ആക്ട് ചെയ്യുന്നത് എന്താണ്? ഇങ്ങനെയാണ് അല്ലേ? സോ ലോഡ് ആക്ട് ചെയ്യുന്നത് ഈ ലൈൻ ഓഫ് ആക്ഷനിലാണ് അല്ലേ? ലോഡും പോയിന്റ് സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് പറഞ്ഞാൽ എന്താണ്? വൈ ആണ് അല്ലേ? സോ ഇവിടുത്തെ ബെൻഡിങ് മൊമെൻറ്റ് എന്തായിരിക്കും? ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് സി ഈസിക്കൽ എന്തായിരിക്കും? പി ഇൻറ്റു ലോഡ് ഇൻറ്റു ഡിസ്റ്റൻസ് വൈ ആയിരിക്കും. ഓക്കെ, സി എന്ന പോയിന്റിലെ ബെൻഡിങ് മൊമെൻറ്റ് എന്തായിരിക്കും? പി ഇൻറ്റു വൈ ആയിരിക്കും. ഇനി ഇതിൻ്റെ സൈൻ എന്താണ്? പി ഇൻറ്റു വൈ ആണെന്ന് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഇതിൻ്റെ സൈൻ എന്ത് വരും? അതിൻ്റെ സൈൻ കണ്ടുപിടിക്കുക. സപ്പോസ് നമ്മുടെ കോളം ഇതാണല്ലേ,
ഇവിടെ കോളം, അതിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ ഇങ്ങനെ ഇരുന്നത് അല്ലേ. ഇതിന് ഏത് രീതിയിലാണ് നമ്മുടെ ബക്ലിംഗ് സംഭവിച്ചത്? ഒരു കോൺ കേവ് ഷേപ്പിലാണ് ബക്ലിംഗ് സംഭവിച്ചിരിക്കുന്നത്, ശരിയല്ലേ? അതായത് ഇവിടെ നോക്കുമ്പോൾ നോർമൽ പൊസിഷനിൽ നോക്കുമ്പോൾ കോളത്തിന് എന്താണ്? ഒരു കോൺകേവ് കർവേച്ചറാണ് അല്ലേ, കോൺകേവ് കർവേച്ചർ. ഇനി വേറെ രീതിയിൽ സംഭവിക്കാം. സപ്പോസ് ഇതിൻ്റെ ഒരു എൻഡ് ഫിക്സഡ് ആണെന്ന് വിചാരിക്കാം. ഇതാണ് നമ്മുടെ കോളത്തിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഒരു ലോഡ് ആക്ട് ചെയ്യുമ്പോൾ, പി എന്ന ലോഡ് ആക്ട് ചെയ്യുമ്പോൾ സപ്പോസ് അതിന് ഈ രീതിയിലാണ് ഡിഫ്ലക്ഷൻ ഉണ്ടായെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഇതിൻ്റെ നോർമൽ പൊസിഷനിൽ നോക്കുമ്പോൾ ഈ കോളത്തിന് എന്താണ്? ഒരു കോൺവെക്സ് ഷേപ്പിലാണ് ഡിഫ്ലക്ഷൻ ഉണ്ടായത് അല്ലെങ്കിൽ ബക്ലിംഗ് ഉണ്ടായത്, ശരിയല്ലേ? സോ നോർമൽ പൊസിഷൻ നോക്കുമ്പോൾ ബക്ലിംഗ് ഉണ്ടാവുന്നത് കോൺകേവ് ഷേപ്പിലാണ് എങ്കിൽ അവിടുത്തെ ബെൻഡിങ് മൊമെന്റ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും, നെഗറ്റീവ്. സോ ഈ കേസിൽ ബെൻഡിങ് മൊമെന്റ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. കാരണം എന്താ? നോർമൽ പൊസിഷനിൽ നോക്കുമ്പോൾ കോളത്തിന് എന്താണ്? കോൺകേവ് ഷേപ്പിന്റെ രീതിയിലാണ് എന്തിരിക്കുന്നത്? ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ ബക്ലിംഗ് ഉണ്ടായിരിക്കുന്നത്. സോ അവിടുത്തെ ബെൻഡിങ് മൊമെന്റ് നെഗറ്റീവ് എടുക്കാം. ഇനി നേരെ ഓപ്പോസിറ്റ് അപ്പുറം പറഞ്ഞ രീതിയാണെങ്കിൽ എന്തായിരിക്കും? അത് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, സോ ബെൻഡിങ് മൊമെന്റ് അറ്റ് സി ഈസ് ഈക്വൽ ടു മൈനസ് പി വൈ ആണ്. നമ്മൾ എന്താണ്? ഇത് രണ്ട് ഇക്വേറ്റ് ചെയ്യുകയാണ്. സോ ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും നോക്കാം. അതായത് ഇ ഇൻറ്റു ഐ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ അല്ലേ ഈസ് ഈക്വൽ ടു എന്ത് വരും? മൈനസ് പി ഇൻറ്റു വൈ എന്ന് വരും. ഓക്കെ, മൈനസ് പി ഇൻറ്റു വൈ എന്ന് വരും. ഇനി ഈക്വലിൻ്റെ ഇപ്പുറ സൈഡിലേക്ക് കൊണ്ടുവരികയാണത്. ഓക്കെ, ഈക്വലിൻ്റെ ഇപ്പുറ സൈഡിലേക്ക് നമ്മുടെ പി വൈനെ കൊണ്ടുവരികയാണ്. അപ്പോൾ എന്ത് വരും? ഇ ഇൻറ്റു ഐ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് പി വൈ ഈസിക്കൽ ടു 0 എന്ന് വന്നു അല്ലേ. പ്ലസ് പി വൈ ഈസിക്കൽ 0 എന്ന് വന്നു. ഇതിന് ഞാൻ സെക്കൻഡ് ഡിഗ്രിയുടെ ഒരു ജനറൽ ഫോമിലേക്ക് ആക്കാൻ പോവാം. ഓക്കെ, സെക്കൻഡ് ഡിഗ്രി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ ഫോമിലേക്ക് ആക്കാൻ പോവാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ത്രൂ ഔട്ട് ഇ ഐ വെച്ച് ഡിവൈഡ് ചെയ്യാണ്. ത്രൂ ഔട്ട് ഇ ഐ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ എന്തോരും? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് പി ബൈ ഇ ഐ ഇൻറ്റു വൈ ഈസിക്കൽ ടു 0 എന്ന് വരും അല്ലേ. അപ്പോൾ എന്താണ്? ഒരു സെക്കൻഡ് ഡിഗ്രി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോമിലായി. സപ്പോസ് നമ്മുടെ കയ്യിലൊരു സെക്കൻഡ് ഡിഗ്രി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. എന്താണ്? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ആൽഫ ഇൻറ്റു വൈ ഈസിക്കൽ ടു 0. ഓക്കെ, ഇതിൻ്റെ ഒരു സെക്കൻഡ് ഡിഗ്രി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. ഇതിൻ്റെ സൊല്യൂഷൻ എന്താണ്? ഇത് ജനറൽ ഫോമായി പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് വൈ ഈസിക്കൽ ടു C1 ഇൻറ്റു കോസ് റൂട്ട് ആൽഫ എക്സ് പ്ലസ് C2 ഇൻറ്റു സൈൻ റൂട്ട് ആൽഫ എക്സ്. ഇതായിരിക്കും എന്ത്? ഒരു സെക്കൻഡ് ഡിഗ്രി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ കയ്യിൽ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ആൽഫ ഇൻറ്റു വൈ ഈസിക്കൽ 0 എന്നുള്ള രീതിയിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഉണ്ട് എങ്കിൽ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ ഇതാണ്. ഓക്കെ, സോ നമ്മുടെ കേസിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. സോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇതിൻ്റെ സൊല്യൂഷൻ എങ്ങനെ എഴുതാൻ പറ്റും? വൈ ഈസിക്കൽ ടു, നമ്മൾ ഇതിൻ്റെ സൊല്യൂഷൻ ആയിട്ട് എഴുതാൻ പോണേ. വൈ ഈസിക്കൽ എന്ത് വരും? C1 ഇൻറ്റു കോസ്, ഇവിടെ ആൽഫയുടെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് പി ബൈ ഇ ഐ ആണ് അല്ലേ. പി ബൈ ഇ ഐ. സോ റൂട്ട് പി ബൈ ഇ ഐ അല്ലേ, റൂട്ട് പി ബൈ ഇ ഐ പ്ലസ് ഇൻറ്റു എക്സ് പ്ലസ് C2 ഇൻറ്റു സൈൻ റൂട്ട് പി ബൈ ഇ ഐ അല്ലേ ഇൻറ്റു എക്സ്. സോ ഇതാണ് എന്ത്? നമ്മുടെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ എന്ത് സൊല്യൂഷൻ എന്ന് പറയുന്നത്. കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ നിന്ന് C1 C2 അതിലൊക്കെ വാല്യൂ കണ്ടെത്തിയിട്ട് നമ്മൾ സിംപ്ലിഫൈഡ് രൂപത്തിലേക്ക് എത്തിക്കാൻ പോവാണ്. അതിനു വേണ്ടി നമ്മൾ ആദ്യം പറഞ്ഞിരുന്ന ഈ രണ്ട് ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാൻ പോവാം. ഓക്കെ, എന്താണ്? അറ്റ് എക്സ് ഈസിക്കൽ 0 വൈ ഈസിക്കൽ എന്താണ്? 0 ആണ്. അറ്റ് എക്സ് ഈസിക്കൽ വൈ ഈസിക്കൽ ടു 0. ഈ രണ്ട് ബൗണ്ടറി കണ്ടീഷൻസ് ഇവിടെ ഞാൻ അപ്ലൈ ചെയ്യാൻ പോകണം കേട്ടോ. സോ ഞാൻ ഈ ഭാഗം മാറ്റിയാണ്. സോ നമുക്കറിയാം അറ്റ് എക്സ് ഈസിക്കൽ ടു 0, എക്സ് 0 ആകുമ്പോൾ വൈ ഡിഫ്ലക്ഷൻ എന്താണ്? 0 ആണ്.
അല്ലേ? സോ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. വൈയുടെ സ്ഥാനത്ത് 0 എടുക്കുന്നു. 0 ഈസ് ഈക്വൽ ടു C1 ഇൻറ്റു നോക്കിയേ കോസ് എക്സിൻ്റെ വാല്യൂ 0 എടുക്കുവാണ്. കോസ് 0 വാല്യൂ എന്താണ്? 1 ആണ്. ശരിയല്ലേ? സോ കോസ് റൂട്ട് P/EI ഇൻറ്റു എക്സ് എന്തൊക്കെയാണെങ്കിലും എക്സിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ കോസ് 0 ആവും ഇതിൻ്റെ വാല്യൂ. കോസ് 0 എന്താണ്? 1 ആണ്. സോ നമുക്ക് C1 ഇൻറ്റു 1 എന്ന് എഴുതാൻ പറ്റും. പ്ലസ് C2 ഇൻറ്റു സൈൻ റൂട്ട് P/EI ഇൻറ്റു എക്സ്. എക്സിൻ്റെ വാല്യൂ നമ്മൾ 0 എന്ന് കൊടുക്കുകയാണല്ലേ. സോ സൈൻ 0 എന്താണ്? 0 ആണ് അല്ലേ? സൈൻ 0. സോ ഇതിൻ്റെ വാല്യൂ എന്താവും? ഇൻറ്റു 0 എന്ന് വരും. അതായത് നമുക്ക് എന്ത് കിട്ടും? C1 ഈസ് ഈക്വൽ എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. അതായത് ഒരു കോൺസ്റ്റന്റ് എന്തായി? 0 എന്ന് കിട്ടി. കുഴപ്പമില്ല. ഓക്കെ, ഇനി നമ്മൾ C2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പോവാണ്. എങ്ങനെയാന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ എന്താണ്? അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു എൽ. എക്സ് ഈസ് ഈക്വൽ ടു എൽ ആകുമ്പോൾ വൈ ഈസ് ഈക്വൽ ടു എന്താണ്? 0 ആണ് അല്ലേ? എക്സിൻ്റെ വാല്യൂ എൽ ആകുമ്പോൾ വൈയുടെ വാല്യൂ എന്താണ്? 0 ആണ്. സോ ആ ബൗണ്ടറി കണ്ടീഷൻ നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോവാണ്. സോ വൈയുടെ വാല്യൂ 0 ആണ്. 0 ഈസ് ഈക്വൽ ടു C1ൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അല്ലേ എത്രയാണ്? 0 ആണ്. സോ 0 പ്ലസ് C2 ഇൻറ്റു എന്ത് വരും? സൈൻ റൂട്ട് P/EI ഇൻറ്റു എൽ എന്ന് വരും. ആണല്ലോ? കുഴപ്പമില്ലല്ലോ. C2 ഇൻറ്റു സൈൻ റൂട്ട് P/EI ഇൻറ്റു എൽ എന്ന് വരും. ഇനി ഓൾറെഡി C1 0 ആണ്. C1 0 ആണെങ്കിൽ C2 0 ആകില്ല. അങ്ങനെയാണത്. ഓക്കെ, ഒരു കോൺസ്റ്റന്റ് 0 ആയി കഴിഞ്ഞാൽ മറ്റേ കോൺസ്റ്റന്റ് എന്താവില്ല? 0 ആവില്ല. സോ ദാറ്റ് മീൻസ് ഈ ഇക്വേഷൻ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് അറിയാമോ? സൈൻ റൂട്ട് P/EI ഇൻറ്റു എൽ ഈസ് ഈക്വൽ ടു എന്താണ്? 0 ആണ്. ഓക്കെ, സൈൻ റൂട്ട് P/EI ഇൻറ്റു എൽ ഈസ് ഈക്വൽ ടു എന്താണ്? 0 ആണ്. സോ സൈൻ റൂട്ട് P/EI ഇൻറ്റു എൽ ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ റൂട്ട് ഓഫ് P/EI ഇൻറ്റു എല്ലിൻ്റെ വാല്യൂ എന്തായിരിക്കും? സൈൻ എന്തിൻ്റെ വാല്യൂ 0 ആവുന്നത്? സൈൻ 0 ആണ് അല്ലേ? സൈൻ 0യുടെ വാല്യൂ 0 ആണ്. അതുപോലെ സൈൻ പൈയുടെ വാല്യൂ 0 ആണ്. അനുഭവം ശരിയല്ലേ? സോ റൂട്ട് ഓഫ് P/EI ഇൻറ്റു എൽ ഈസ് ഈക്വൽ ടു എന്ത് വരും? ഒന്നല്ലെങ്കിൽ 0 കൊടുക്കേണ്ടി വരും അല്ലേ? അല്ലെങ്കിലോ പൈന്ന് കൊടുക്കേണ്ടി വരും. ഓക്കെ അല്ലേ? പക്ഷേ ഇതിൻ്റെ വാല്യൂ 0 ആവോ? പിയുടെ വാല്യൂ 0 അല്ല. ലോഡ് അപ്ലൈ ചെയ്യുന്ന ലോഡ് 0 അല്ല. ഇ 0 അല്ല. ഐ 0 അല്ല. ലെങ്ത് എൽ 0 ഒന്നുമല്ല. ഒരു ക്വാണ്ടിറ്റി 0 അല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ ടോട്ടൽ ക്വാണ്ടിറ്റി എന്തായാലും 0 ആവില്ലല്ലോ. സോ നമ്മൾ എന്ത് ചെയ്യുക? അടുത്ത വാല്യൂ ജസ്റ്റ് പൈ എന്ന് കൊടുക്കുക. ഓക്കെ, അതായത് സൈൻ റൂട്ട് ഓഫ് P/EI ഇൻറ്റു എൽ ഈസ് ഈക്വൽ 0 ആണ്. അതിനർത്ഥം എന്താണ്? റൂട്ട് ഓഫ് P/EI ഇൻറ്റു എൽ ഈസ് ഈക്വൽ ടു എന്താണ്? പൈ ആണ്. ഓക്കെ, കുഴപ്പമില്ല. രണ്ട് സൈഡ് നമ്മൾ സ്ക്വയർ ചെയ്യുക. അപ്പോൾ എന്ത് വരും? P/EI ഇൻറ്റു എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് വരും? പൈ സ്ക്വയർ എന്ന് വരും. P/EI ഇൻറ്റു എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു പൈ സ്ക്വയർ. അല്ലെങ്കിൽ P ഈസ് ഈക്വൽ ടു എന്ത് വരും? P ഈസ് ഈക്വൽ ടു പൈ സ്ക്വയർ EI ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ എന്ന് വരും. സോ ഇതാണെന്ത് നമ്മുടെ അടുത്ത് ഡിറൈവ് ചെയ്യാൻ പറഞ്ഞിരുന്ന ഇക്വേഷൻ. ഓക്കെ, P ഈസ് ഈക്വൽ ടു പൈ സ്ക്വയർ EI ബൈ എൽ സ്ക്വയർ. കുഴപ്പമില്ലല്ലോ. സോ ഈ ഇക്വേഷൻ ആണെന്ത് നമ്മുടെ ഓയിലേഴ്സ് ഇക്വേഷൻ ഫോർ കോളം വിത്ത് ബോത്ത് ആൻഡ് ഹിഞ്ച്ഡ്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. 10 മാർക്കിൻ്റെ ഡെറിവേഷനാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷനാണ്. നിർബന്ധമായിട്ട് പഠിക്കണം കേട്ടോ. നൗ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. എന്തായിരുന്നു? വാട്ട് ആർ ദി ലിമിറ്റേഷൻസ് ഓഫ് ഓയിലേഴ്സ് ബക്ലിംഗ് തിയറം? ഞാൻ അത് ഓൾറെഡി പറഞ്ഞിരുന്നു കുറച്ചു മുമ്പ്. ഓയിലേഴ്സ് ബക്ലിംഗ് തിയറത്തിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞിരുന്നു? എന്താണ്? ഓയിലേഴ്സ് തിയറം ഈസ് എന്താണ്? ഓൺലി ആപ്ലിക്കബിൾ
ആപ്ലിക്കബിൾ ടു വാട്ട്? ലോങ് കോളംസ്. ലോങ് കോളങ്ങൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ലോങ് കോളംസ് അതാണ് ഫസ്റ്റ് ലിമിറ്റേഷൻ പറയുന്നത്. ഓക്കെ, ലോങ് കോളത്തിന് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഷോർട്ട് കോളത്തിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. എന്താ ഈ ലോങ് കോളം എന്ന് പറയുന്നത്? ലോങ് കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, സ്ലെൻഡർനെസ് റേഷ്യോ ഗ്രേറ്റർ ദാൻ 120 ആയിട്ടുള്ള കോളത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോങ് കോളം എന്ന് പറയുന്നത്. സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? L/K അല്ലേ? L/Kയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 120 ആയിട്ടുള്ള കോളത്തിന് നമ്മൾ എന്ന് പറയുന്നത് ലോങ് കോളംസ് എന്ന് പറയുന്നത്. ഇനി സ്ലെൻഡർനെസ് റേഷ്യോന്റെ വാല്യൂ ലെസ് ദാൻ 30 ആണ് എന്താണ്? ഷോർട്ട് കോളമാണ്. ഓക്കെ, ഷോർട്ട് കോളം. ലെസ് ദാൻ 30 ആണെങ്കിൽ എന്താണ്? ഷോർട്ട് കോളമാണ്. നമ്മുടെ ഓയിലേഴ്സ് തിയറം എന്താണ്? ലോങ് കോളങ്ങൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഷോർട്ട് കോളത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല? അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഈ ഷോർട്ട് കോളങ്ങളിൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ബക്ലിംഗ് ഫെയിലിയറിന് പുറമെ, ബക്ലിംഗ് ഫെയിലിയർ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ആക്സിസിൽ നിന്ന് ഈ രീതിയിൽ ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നതിനാണ് ബക്ലിംഗ് ഫെയിലിയർ എന്ന് പറയുന്നത്. എന്നാൽ ഷോർട്ട് കോൾ എടുത്തു കഴിഞ്ഞാൽ, അഥവാ ലെങ്ത് അല്പം കുറവായിട്ടുള്ളൊരു കോൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഈ ബക്ലിംഗ് ഫെയിലിയർ ഉണ്ടാകുന്നതിന് പുറമെ ക്രഷിംഗ് ഫെയിലിയറും സംഭവിക്കാം. അതായത് ഒരു എക്സ്റ്റേണൽ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ക്രഷിംഗ് ഫെയിലിയറും സംഭവിക്കാം. ഓക്കെ, ഈ എഫക്റ്റ് നമ്മുടെ ഓയിലേഴ്സ് തിയറി കൺസിഡർ ചെയ്യുന്നില്ല. സോ ഇതാണ് എന്ത്? അതിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. സോ ഓൺലി ആപ്ലിക്കബിൾ ടു ലോങ് കോളംസ്, ഒന്നാമത്തെ ലിമിറ്റേഷൻ. രണ്ടാമത്തെ ലിമിറ്റേഷൻ എന്താണ്? ക്രഷിംഗ് കൺസിഡർ ചെയ്യുന്നില്ല. എഫക്റ്റ് ഓഫ് ക്രഷിംഗ് ഈസ് നോട്ട് കൺസിഡർ. ഓക്കെ, നൗ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അടുത്തത് 14 മാർക്കിൻ്റെ ഒരു പ്രോബ്ലം ചോദിച്ചിരിക്കുന്നത്. പ്രോബ്ലം എന്താണെന്ന് നോക്കാം. എ മെഷീൻ എലമെന്റ് ഈസ് സബ്ജക്റ്റ് ടു ഫോളോവിങ് സ്ട്രെസ്സസ്. എന്തൊക്കെയാണ്? സിഗ്മ എക്സസ് ഈസ് ഈക്വൽ ടു 60 മെഗാപാസ്കൽ, സിഗ്മ വൈ വൈ ഈസ് ഈക്വൽ ടു 45 മെഗാപാസ്കൽ, ടോ എക്സ് വൈ ഈസ് ഈക്വൽ ടു 30 മെഗാപാസ്കൽ. ഓക്കെ, അപ്പോൾ നമുക്ക് സിഗ്മ എക്സസ് തന്നിട്ടുണ്ട്, സിഗ്മ വൈ വൈ തന്നിട്ടുണ്ട്, ടോ എക്സ് വൈ 3 വാല്യൂസ് തന്നിട്ടുണ്ട്. ഡിറ്റർമൈൻ ദി ഫെയിലിയർ സ്ട്രെസ് യൂസിങ് ഫോളോവിങ് തിയറീസ് ഓഫ് ഫെയിലിയർ. തന്നിരിക്കുന്ന തിയറീസ് ഓഫ് ഫെയിലിയർ ഉപയോഗിച്ചിട്ടുള്ള ഫെയിലിയർ സ്ട്രെസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് എന്ത്? നമ്മുടെ ക്വസ്റ്റ്യൻ. ഏതൊക്കെയാണ്? ഒന്നാമത്തെ തിയറി ഓഫ് ഫെയിലിയർ എന്താണ്? റാങ്കൈൻ തിയറി ഫോർ മാക്സിമം നോർമൽ സ്ട്രെസ്. ഓക്കെ, ദെൻ ഗസ്റ്റ് തിയറി ഫോർ മാക്സിമം ഷിയർ സ്ട്രെസ്. സോ ഈ രണ്ട് തിയറി ഉപയോഗിച്ചിട്ടുള്ള എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഫെയിലിയർ സ്ട്രെസ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. നമുക്ക് എന്തൊക്കെ തന്നെയുണ്ട്? സിഗ്മ എക്സസ് തന്നിട്ടുണ്ട്, സിഗ്മ വൈ വൈ തന്നിട്ടുണ്ട്, ടോ എക്സ് വൈ തന്നിട്ടുണ്ട്. എന്നെ ചെയ്യാൻ നോക്കാം. ഓക്കെ, സോ അതിനുവേണ്ടി നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് സിഗ്മ എക്സ് എക്സ്, ഓക്കെ, സിഗ്മ വൈ വൈ, ടോ എക്സ് വൈ. വാല്യൂസ് എന്തൊക്കെയാണ്? സിഗ്മ എക്സ് എക്സിൻ്റെ വാല്യൂ 60 മെഗാപാസ്കൽ, 60 മെഗാപാസ്കൽ, 60 മെഗാപാസ്കൽ. സിഗ്മ വൈ വൈ വാല്യൂ എന്താണ്? സിഗ്മ വൈ വൈയുടെ വാല്യൂ 45, 45 മെഗാപാസ്കൽ, 45 മെഗാപാസ്കൽ. ടോ എക്സ് വൈയുടെ വാല്യൂ എത്രയാണ്? 30 മെഗാപാസ്കൽ, 30 മെഗാപാസ്കൽ. ഓക്കെ, സോ ഫസ്റ്റ് ഏത് തിയറി ഉപയോഗിക്കാൻ പറഞ്ഞിരിക്കുന്നത്? റാങ്കൈൻ തിയറി. എന്താ റാങ്കൈൻ തിയറി പറയുന്നത്? എന്താണ് റാങ്കൈൻ തിയറി പറയുന്നത്? അതായത് കോംപ്ലക്സ് സ്ട്രെസ് കണ്ടീഷനിൽ ഇരിക്കുന്ന ഒരു ബോഡി, ആ ബോഡി എപ്പോഴാണ് ഫെയിലിയർ ആവുന്നത്? ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന പ്രിൻസിപ്പൽ സ്ട്രെസ് സിമ്പിൾ യൂണിആക്സിയൽ ടെൻഷൻ ടെസ്റ്റിലെ പ്രിൻസിപ്പൽ സ്ട്രെസ്സിനോട് ഈക്വൽ ആകുമ്പോൾ ഫെയിലിയർ ആയി പോകും എന്നുള്ളതാണ് എന്ത്? റാങ്കൈൻ തിയറി. എന്താണ്? നമ്മുടെ കയ്യിൽ ഒരു ബോഡി ഉണ്ടെന്ന് വിചാരിക്കാം, ചുമ്മാ ഒരു ബോഡി. ഓക്കെ, അതിലൊരു കോംപ്ലക്സ് സ്ട്രെസ് ആക്ട് ചെയ്യാണ്. അതായത് ഏതെങ്കിലും ആക്ച്വൽ കണ്ടീഷനിൽ ഉള്ള ഒരു ബോഡിയാണെന്ന് വിചാരിക്കുക, ഏതൊരു മെഷീൻ്റെ കമ്പൗണ്ടോ എന്തോ ആവാം. സോ അതിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ്സിനെ നമ്മൾ എന്ത് പറയുന്നത്? കോംപ്ലക്സ് സ്ട്രെസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. സോ അങ്ങനെ ഒരു ബോഡി ഇരിക്കുകയാണ്. ഈ ബോഡി എപ്പോഴാണ് ഫെയിലിയർ ആവുക? ഈ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്, നമ്മൾ സിഗ്മ 1 എന്ന് പറയുന്നത് മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്, അത് എന്തിനോട് ഈക്വൽ ആകുമ്പോൾ? യൂണിആക്സിയൽ ടെൻഷൻ ടെസ്റ്റ്. എന്താണ് യൂണിആക്സിയൽ ടെൻഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്? സെയിം മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് നമ്മളൊരു ബാർ ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കാം.
എന്നിട്ട് ഈ ബാറിലേക്ക് നമ്മൾ യൂണി ആക്സിയൽ ടെൻസൈൽ ഫോഴ്സ് മാത്രം അപ്ലൈ ചെയ്യണം. ഓക്കെ, യൂണി ആക്സിയൽ ടെൻസൈൽ ഫോഴ്സ്, അതായത് ആക്സിസിന് മാത്രമായിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യണം, സ്ട്രെസ് അപ്ലൈ ചെയ്യണം. സോ ഇങ്ങനെ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ പ്ലെയിനിൽ ഉള്ള സ്ട്രെസ് അതിന് നമ്മൾ എന്ത് പറയും? മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് പറയും. സോ ഈ കേസിലുള്ള മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? നമ്മുടെ ഈ മെറ്റീരിയലിൻ്റെ അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെസ് ആയിരിക്കും. ഓക്കെ, സോ കോംപ്ലക്സ് സ്ട്രെസ് കണ്ടീഷനിലുള്ള നമ്മുടെ മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് യൂണി ആക്സിയൽ ടെൻഷൻ ടെസ്റ്റിലുള്ള മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്സിനോട് ഈക്വൽ ആകുമ്പോൾ ഫെയിലിയർ സംഭവിക്കും എന്നുള്ളതാണ് എന്ത്? റാങ്കൈൻ തിയറി എന്ന് പറയുന്നത്. നമുക്കൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, റാങ്കൈൻ തിയറി എന്താണെന്ന് ജസ്റ്റ് പറയുന്നുള്ളൂ. സോ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യാം? സിഗ്മ 1ന്റെ വാല്യൂ കണ്ടുപിടിക്കുക. എന്താണ്? മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? അതിന്റെ ഇക്വേഷൻ നമുക്ക് പഠിക്കാനുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ബൈ 2 പ്ലസ് എന്താണ്? റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ബൈ 2 ഓൾ സ്ക്വയർ പ്ലസ് ടോ എക്സ് വൈ ഓൾ സ്ക്വയർ. ഓക്കെ, സോ ഇതിലേക്ക് നമുക്ക് എല്ലാ വാല്യൂസും തന്നിട്ടുണ്ടല്ലേ? എല്ലാ വാല്യൂസും തന്നിട്ടുണ്ട്. നോക്കിയേ, സിഗ്മ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, സിഗ്മ എക്സ് തന്നെയാണ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്ത് വരും? 60 മെഗാ പാസ്കൽ പ്ലസ് 60 പ്ലസ് സിഗ്മ വൈ എത്രയാണ്? 45 ഡിവൈഡഡ് ബൈ ടോ എക്സ് വൈ എത്രയാണ്? 2 പ്ലസ് റൂട്ട് ഓഫ് സിഗ്മ എക്സ് എത്രയാണ്? 60 മൈനസ് സിഗ്മ വൈ എത്രയാണ്? 45 ബൈ 2 ഓൾ സ്ക്വയർ പ്ലസ് ടോ എക്സ് വൈ എത്രയാണ്? 30 ഓൾ സ്ക്വയർ. സോ നമ്മൾ എന്ത് ചെയ്യാം? ഇത് വെച്ചിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ സ്ട്രെസ്സിന്റെ വാല്യൂ കണ്ടെത്തണം. നമ്മുടെ സ്ട്രെസ്സിന്റെ വാല്യൂ എത്ര കിട്ടും? നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ സ്ട്രെസ്സിന്റെ വാല്യൂ 83.42 മെഗാ പാസ്കലിന് കിട്ടും. 83.42 മെഗാ പാസ്കൽ. സോ ഇതാണെന്ത്? മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത്. സോ നമ്മുടെ മെറ്റീരിയലിന്റെ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഈ പറയുന്ന 83.42 മെഗാ പാസ്കലിനേക്കാൾ താഴെയാണ് എങ്കിൽ മെറ്റീരിയൽ എന്തായി പോവും? ഫെയിൽ ആയി പോവും, അക്കോർഡിംഗ് ടു റാങ്കൈൻ തിയറി. സോ അക്കോർഡിംഗ് ടു റാങ്കൈൻ തിയറി ദി ഫെയിലിയർ സ്ട്രെസ് ഈസ് വാട്ട്? 83.42 ആണ്. ജസ്റ്റ് ഒരു ഇക്വേഷനിലേക്കുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ. ഇത്രയും ചെയ്താൽ മതി. ഓക്കെ, നൗ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റൻ എന്തായിരുന്നു? ബൈ ഗസ്റ്റ് തിയറി എങ്ങനെയാണ് ഏത് സ്ട്രെസ്സിലാണ് ഫെയിലിയർ ആവുക എന്നുള്ളതാണ്. സോ ഗസ്റ്റ് തിയറി എന്താ പറയുന്നത്? മാക്സിമം ഷിയർ സ്ട്രെസ് അഥവാ ടോ മാക്സ്, മാക്സിമം ഷിയർ സ്ട്രെസ്. അതിന് വാല്യൂ നമ്മൾ എങ്ങനെ കണ്ടെത്താം? സിഗ്മ 1 മൈനസ് സിഗ്മ 2 ബൈ 2. ഓക്കെ, കോംപ്ലക്സ് സ്ട്രെസ് കണ്ടീഷനിലുള്ള മാക്സിമം ഷിയർ സ്ട്രെസ് യൂണി ആക്സിയൽ ടെൻഷൻ ടെസ്റ്റിലുള്ള മാക്സിമം ഷിയർ സ്ട്രെസ്സിനോട് ഈക്വൽ ആകുമ്പോൾ ഫെയിലിയർ സംഭവിക്കും എന്നുള്ളതാണ്. സോ കോംപ്ലക്സ് സ്ട്രെസ് കണ്ടീഷനിലുള്ള മാക്സിമം ഷിയർ സ്ട്രെസ് അതിന്റെ ഇക്വേഷൻ സിഗ്മ 1 മൈനസ് സിഗ്മ 2 ബൈ 2 ആണ്. ഈക്വൽ ടു യൂണി ആക്സിയൽ ടെൻഷൻ ടെസ്റ്റിലുള്ള മാക്സിമം ഷിയർ സ്ട്രെസ്. അതിന്റെ ഇക്വേഷൻ എന്താണ്? സിഗ്മ വൈ ടി എന്താണ്? ഈൽഡ് ടെൻസൈൽ സ്ട്രെസ് മൈനസ് 0 ബൈ 2. ഇതാണെന്ത്? യൂണി ആക്സിയൽ ടെൻഷൻ ടെസ്റ്റിലുള്ള ടോമാക്സിന്റെ വാല്യൂ. സോ ഇങ്ങനെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ എന്താവും? നമ്മുടെ ഫെയിലിയർ സംഭവിക്കുക എന്നുള്ളതാണ് ഗസ്റ്റ് തിയറി പറയുന്നത്. സോ നമ്മൾ സിഗ്മ 1ന്റെ വാല്യൂ ഓൾറെഡി ഒരു കണ്ടെത്തി കഴിഞ്ഞു. എത്രയാണ്? 83.42 എന്നുള്ളതാണ്. സിഗ്മ 2ന്റെ വാല്യൂ കണ്ടെത്താം. സിഗ്മ 2 അഥവാ മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്. അതിന്റെ വാല്യൂ എങ്ങനെ കണ്ടെത്താം? സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ബൈ 2. ഇവിടെ പ്ലസ് വന്നു അല്ലേ? ഇവിടെ പ്ലസ് വന്നു, അടുത്തതിൽ എന്ത് വരും? മൈനസ് വരും. മൈനസ് റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ബൈ 2 ഓൾ സ്ക്വയർ പ്ലസ് ടോ എക്സ് വൈ ദി ഓൾ സ്ക്വയർ. എന്താ ഡിഫറൻസ് ഉള്ളത്? ഇവിടെ വേറെ ഒന്നുമില്ല, ഒരു പ്ലസ് ഉണ്ട്, ഇവിടെ എന്താണ്? മൈനസ് ആണ്. നമ്മൾ നമ്മുടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതായത് ഈ സിഗ്മ എക്സിൻ്റെയും സിഗ്മ വൈയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടല്ലേ? 60 മെഗാ പാസ്കൽ 45 30 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇപ്പോൾ എന്ത് വരും? 60 പ്ലസ് 45 ഡിവൈഡഡ് ബൈ 2 മൈനസ് റൂട്ട് ഓഫ് 60 മൈനസ് 45 ഡിവൈഡഡ് ബൈ 2 ഓൾ സ്ക്വയർ പ്ലസ്
ടോ എക്സ് വൈയുടെ വാല്യൂ എത്രയാണ് 30. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് സിഗ്മ 2 അഥവാ മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെ വാല്യൂ കിട്ടും. എത്രയാണെന്ന് അറിയാമോ? 30.92 മെഗാ പാസ്കലിന് കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ. 30.92 മെഗാ പാസ്കലിന് കിട്ടും. സോ സിഗ്മ 1 സിഗ്മ 2ൻ്റെ വാല്യൂ കണ്ടെത്തി. ഇതാണ് നമ്മുടെ ടോമാക്സ് തിയറി എന്ന് പറയുന്നത്. എന്താണ്? സിഗ്മ 1 മൈനസ് സിഗ്മ 2/2 ഈസ് ഈക്വൽ ടു സിഗ്മ /t/2. ഓക്കെ, അല്ലെങ്കിൽ എന്താണ് സിഗ്മാൽ, അല്ലെങ്കിൽ എന്താണ് ഇവിടെ എഴുതുവാണ്, അല്ലെങ്കിൽ സിഗ്മ 1 മൈനസ് സിഗ്മ ഈ 2 കട്ട് ചെയ്ത് കളയുമ്പോഴേ സിഗ്മ 1 മൈനസ് സിഗ്മ 2 ഈസ് ഈക്വൽ ടു സിഗ്മ /t. എന്താണ്? മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെയും മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെയും ഡിഫറൻസ് സിഗ്മ /t, ഈൽഡ് ടെൻസൈൽ സ്ട്രെസ്. സിഗ്മ /t എന്ന് പറഞ്ഞാൽ എന്താണ്? ഈൽഡ് ടെൻസൈൽ സ്ട്രെസ്. അതായത് എത്ര ടെൻസൈൽ സ്ട്രെസ് കൊടുക്കുമ്പോഴാണ് ഈൽഡിങ് സംഭവിക്കുന്നത്. ഈൽഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡീഫോർമേഷൻ. ഓക്കെ, ആവുന്നത് അപ്പോഴാണ് ഫെയിലിയർ സംഭവിക്കുക. അതാണ് എന്ത് നമ്മുടെ ടോമാക്സ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സിഗ്മ 1ൻ്റെ വാല്യൂ കിട്ടി 83.42, സിഗ്മ 2ൻ്റെ വാല്യൂ കിട്ടി 30.92. നമ്മൾ സിഗ്മ 1 മൈനസ് സിഗ്മ 2 കണ്ടുപിടിക്കുക. സിഗ്മ 1 മൈനസ് സിഗ്മ 2 സിഗ്മ എന്ത് വരും? 83.42 മൈനസ് 30.92. നമുക്ക് എന്ത് കിട്ടും? ഒരു 52.5 മെഗാ പാസ്കലിന് ആൻസർ കിട്ടും. അതായത് മാക്സിമം ഷിയർ സ്ട്രെസ് മെറ്റീരിയലിൻ്റെ ഈൽഡ് ടെൻസൈൽ ഈൽഡ് സ്ട്രെസ്സിൻ്റെ വാല്യൂ ഈ പറയുന്ന 52.5 മെഗാ പാസ്കലിനേക്കാളും താഴെയാണ് എങ്കിൽ ഫെയിലിയർ സംഭവിക്കും. മെറ്റീരിയലിൻ്റെ ടെൻസൈൽ ഈൽഡ് സ്ട്രെസ്സിൻ്റെ വാല്യൂ 52.5 താഴെയാണെങ്കിൽ ഫെയിലിയർ സംഭവിക്കും എന്നുള്ളതാണ് എന്ത് നമ്മുടെ ടോമാക്സ് തിയറി പ്രകാരമുള്ള ഫെയിലിയർ സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണെന്ത് നമ്മുടെ റാങ്കൈൻ തിയറിയും ടോമാക്സ് തിയറിയും. നമ്മൾ 2 തിയറീസ് ഓഫ് ഫെയിലിയർ ഉപയോഗിച്ചിട്ടുള്ള ഫെയിലിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ കണ്ടെടുത്തി. ഓരോ തിയറിക്കും ഓരോ വാല്യൂസ് ആയിരിക്കും കേട്ടോ, അത് സെയിം ആവണമെന്ന് നിർബന്ധമില്ല. സോ നമുക്ക് ഇത്രയാണ് മൊഡ്യൂൾ 5 നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് പറയുന്നത്. സോ 2022 ഡിസംബർ മാസം നടന്ന 5 മൊഡ്യൂൾസിൻ്റെയും ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു വീഡിയോയിൽ വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് നമുക്ക് വീണ്ടും വരാം. താങ്ക് യു.